Here we go. Welcome to Excellence. Let's go play Parinduvasu. Play game. എല്ലാവർക്കും വെൽക്കം. ലാസ്റ്റ് ലൊക്കേഷൻ. ഹലോ എടാ നിനക്ക് ഈ സെർവറിലാരാടാ വൈറ്റ് ലിസ്റ്റ് തന്നേ? കേക്കുന്നില്ലല്ലോ. ഈ സെർവറിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. കേക്കാവോ? നിനക്ക് ആരാടാ വൈറ്റ് ലിസ്റ്റ് തന്നെ ഇവിടെ? എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരല്ലേന്ന് പറഞ്ഞില്ലടാ. ഒരു സെർവറിൽ കയറിയപ്പോ നിന്നെ കൊണ്ട് ഒരു ദിവസം കണ്ണാപ്പി ഒരു ദിവസം നിന്നെ കണി കണ്ട് വന്നതിന്റെ എനിക്കറിയാം. അപ്പൊ ഒരു സെർവറിലെ മൊത്തത്തിലെ കണി നീ എന്ന് പറയുമ്പോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നമ്മളിവിടെ തികച്ച് 10 ദിവസം കളിക്കൂല കേട്ടാ, ഞാൻ ഉറപ്പ് പറയാം. 2025 തൊട്ട് എന്റെ ഐശ്വര്യമാവാ. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സാധനം കാണിച്ചു തരാവേ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഇത് നോക്കിക്കോണേ. അപ്പൊ നമ്മള് ഇങ്ങനെയാണല്ലേ മനുഷ്യരുണ്ടായത്. അത് പോയി കേട്ടോ. ഇത് നോക്കിക്കോണേ. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ സെർവർ ഹാരി TDMന്റെ സെർവറാ. ഇപ്പൊ നോക്കി കാണിച്ചു തരാം. കണ്ട സ്ലൈഡ് ഇപ്പൊ കാണിച്ചു തരാം. ആ ടൈം തെറ്റി. അത് സ്റ്റോപ്ഡ് ആയി. ഇതെന്ത് സ്റ്റോപ്ഡ് എന്ന് കാണിക്കുന്നേ? നല്ലൊരു സെർവറായിരുന്നു സത്യം. അതെങ്ങനെയുണ്ട്? അത് ആദ്യം കീ ബൈൻഡിങ്സ് കയറി സെറ്റ് ചെയ്യണോടാ. ₹100 ഇതിലും മികച്ച കണി സ്വപ്നത്തിൽ മാത്രം. ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ GG ആണ് സത്യം. ₹100. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കേസിനകത്ത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നോക്കിക്കോണേ. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഈ കഴിവറ മോൻ അടുത്ത് നിക്കുന്നതിന്റെ ആണെന്ന് തോന്നുന്നു. കണ്ണാപ്പി മോനെ ഹലോ. GG ഈകളെ. അപ്പൊ ഇതും ഊംബി ബബ്ലി കേക്കാം. വാ കൊറേ നടന്ന് ശല്യം ചെയ്യുന്നു. വിഷയല്ലേ സെർവർ വിഷയമാണ്. നീയാണ് പറ്റാത്തത് എനിക്ക്. ഇതൊരു പുതിയ തുടക്കമായിട്ടാണ്. വെളിയിൽ ആരൊക്കെയാ നിക്കുന്നത്? എനിക്കും വെൽക്കം കേട്ടാ. ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക് യു. ലാസ്റ്റ് അന്ന് ഗ്യാങ്സിൽ കണ്ടോ നമ്മള്? ഓർമ്മയുണ്ടോ? അയ്യോ ലോങ് ടൈം നോ സീ. അപ്പൊ അത് വന്നില്ല, മറ്റേ വന്നില്ല. പൊള്ള വെച്ചൊക്കെ വെച്ച് ഇവനെയും കൊണ്ട് വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ കാല് കുത്തിയപ്പം കണ്ടത് ഇവനെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായി. വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ണാപ്പി എന്ന് പറഞ്ഞ വളരെ നല്ല കുട്ടിയല്ലേ? സത്യം. ഇവന്റെ വൈറ്റ് ലിസ്റ്റ് ആരാ അപ്രൂവ് ചെയ്തത്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അത് എനിക്കും അറിയത്തില്ല. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അപ്പൊ നിന്റെ മുഖം
ഇവന്റെ മേക്കപ്പ് ഈ സിറ്റിയിൽ ഇല്ലല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അതാണ് നല്ലത്. കൊടുക്കണ്ട അതെങ്കിലും കണ്ടു വരാതിരിക്കട്ടെ. കൊള്ളാം, ഇതൊക്കെ ആരൊക്കെയാ ബാക്കിയുള്ളവർ? അത് ആരൊക്കെ? പരിചയപ്പെടുത്താം. അത് വാസവനാരായണൻ തോന്നുന്നു. ഇത് ജോണി. മൊട്ട ജോണി. മൊട്ട ജോണി മൊട്ട ജോണി അല്ല, മറ്റേ പണ്ടത്തെ ജോണി. ഓ ഓക്കെ പണ്ടത്തെ ജോണി. ഇത് ഹിറ്റ്മാനെ ഹൈ. അങ്ങേറ്റം നിൽക്കുന്ന ആളെ പിന്നെ പരിചയപ്പെടുത്തിട്ട് വരത്തില്ലല്ലോ. സക്കീർ. അല്ല, ലിയോ. ഓ ലിയോ. ഹായ് ലിയോ. ഇത് കൊച്ചുകുഞ്ഞ്. ഓ കൊച്ചുഞ്ഞ ഹലോ. അത് മാലിക്, സ്റ്റോ മാലിക്. ഓ ഓക്കെ ഹായ് മാലിക്. അപ്പുറത്തെ ഷാജി പാപ്പൻ. ഹലോ എല്ലാവർക്കും ഫൈ. എല്ലാവർക്കും ഒഫീഷ്യലി വെൽക്കം ടു ദ സിറ്റി. താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തിനാ അവരൊക്കെ? ഹലോ. ഇവിടെ ഗൈസ് കണ്ട ജർമ്മൻ കണ്ണാപ്പി ഹാസ് ലെഫ്റ്റ് ദ സെർവർ, റീസെന്റ് ഗെയിം ക്രാഷ്ഡ്. കണ്ട ഒരാളുടെ സെർവറിൽ നിന്ന് ഡിസ്കണക്ട് ആയി ഇങ്ങനെ കാണിക്കും അവിടെ. അപ്പൊ ഒരു വാറിന്റെ ഇടയ്ക്കാണെങ്കിലും ഇങ്ങനെ പോയ സിറ്റുവേഷൻ ഇടയ്ക്ക് പോയാലും കാണിക്കുമല്ലേ? കുട്ടി അടിച്ചാണ് അറിയാൻ പറ്റുമോ? ആണല്ലേ? അത് കൊള്ളാം കേട്ടാ. അത് റീസൺ കാണിക്കുമല്ലേ? ഇത് ഈ ഗെയിം ക്രാഷ്ഡ് എന്ന് പറയണത് ആക്ച്വലി ക്രാഷ് ആവുമ്പോഴാണോ കാണിക്കുന്നേ? ഓ അതൊക്കെ. അപ്പൊ അത് വെച്ച് പിടിക്കാൻ കേട്ടാ. അതെ ഹിറ്റ്മാനിൽ പോയി കേട്ടാ. റീസെന്റ് ക്ലൈന്റ് കണക്ഷൻ ടൈംഡ് ഔട്ട്. അത് കൊള്ളാതെ. എടാ ഇതാരാ? ഹലോ. സൗണ്ട് ഇല്ല ഏട്ടാ, സൗണ്ട് ഇല്ല. ഹലോ, ഇത് മണവാളനാണോ? കേക്കാവല്ലോ. അല്ല ഇവന്റെ ആരെ മറക്കില്ലെന്നോ? എക്സിറ്റ് ആകുമ്പോൾ അതുപോലെ കാണിക്കും. കോമ്പാറ്റ് ലോഗിങ്ങിന് ഓ റയാൻ ഹാസ് ലെഫ്റ്റ് ദ സെർവർ, റീസൺ എക്സിറ്റിംഗ്. ഓ ഓക്കെ. അത് കൊള്ളാം കേട്ടോ. അത് സെറ്റപ്പ്. അത് കൊള്ളാം. എന്തോ പറഞ്ഞു. സിറ്റിയിൽ ആദ്യമായിട്ട് കാലുകുത്തിയിട്ട് കണി കണ്ടത് കണ്ണാപ്പി. അത് മാത്രമേ ഉള്ള ഒരു പ്രശ്നം പറ്റിയത്. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. കണി കണ്ടത് മാത്രം അവനെ ആയിപ്പോയി. ബാക്കിയൊക്കെ ഇനി എന്ത് വരുമെന്ന് കണ്ടറിയണം. അറിയാതല്ലേ? അതെ സത്യം. ഇതാ ഇവന്മാരൊക്കെ വരുന്നതേ ഉള്ളു. ഇപ്പൊ വരും. ഒരു സെക്കൻഡ്. ചന്ദ്രൻ ഇന്ന് ഒരു പുറത്തൊരു എമർജൻസി ഉണ്ട്, അതുകൊണ്ട് ചന്ദ്രൻ വരത്തില്ല. വീണിയുടെ അമ്മായി. നമുക്ക് എങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാം. എന്തായാലും വാസവൻ വന്നതല്ലേ സിറ്റിയിൽ, നമ്മൾ ആദ്യമേ കാല് കുത്തുമ്പം ഇത് കണ്ടു. ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഓ ഈ ചേച്ചി എടുക്കലോട്ട് കണ്ണു വെച്ചിട്ട് എന്തോ ചേച്ചി സമ്മാനം തരുന്നുണ്ട്. ആ സമ്മാനം അങ്ങ് വാങ്ങിച്ചോ. എത്തിയോ? കിട്ടിയോ? ഇതെന്താണ്? ഇതാണോ സ്റ്റാർട്ടർ ബാഗിലുള്ളത്? ഇതെന്തോ ഞാൻ എന്തോ അടിച്ച് ഇതെന്തിന്? അയ്യോ പോയി. അയ്യോ ഇതാണ്. ഇതിങ്ങനെയാണ് കേട്ടാ. ഇനിയിപ്പോൾ തിരിഞ്ഞു നടക്കാം. ഇനി തിരുവോണം നടക്കാം സിറ്റിയില്. ആളെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ആരും കാണുന്നില്ല കേട്ടോ. ഇത് എന്തൊക്കെയോ കിടന്ന് വെട്ടണ്. ചെറിയൊരു പിടുത്തങ്ങാണ്. ഇപ്പൊ ശരിയാണ്. ഇത് എത്ര നേരം ഉണ്ടാവുന്നത്? അല്ല അത് എന്താ പ്രശ്നം എന്നറിയോ? എന്റെ ഹോട്ട് ബാറിൽ അറിയാതെ വന്ന് ഇപ്പൊ സെറ്റ് ആയി. എന്റെ ഹോട്ട് ബാറിൽ അറിയാതെ വന്നപ്പോ വണ്ടി ഇറങ്ങി എഫ് ഞെക്കിയപ്പോ അതുകൂടെ ഇതായി. സിറ്റി വന്ന് ആസിഡാണോ ഇത്?
ആസിഡ് നാനാണോ? ഓക്കെ ഓക്കെ. മെത്തക്സും കൊക്കൈനെക്സ് എന്ന് പറയുമ്പോൾ മെത്തക്സ് ആണോ ഹെൽത്ത്? അല്ല, അത് മെത്തക്സ് കൊക്കൈനെക്സ് ജസ്റ്റ് ഇപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വരുന്ന സമയത്ത് ചുമ്മാ ഓടാൻ വേണ്ടിട്ട്, ഓടി കാണണമെങ്കിൽ ഓടി കണ്ടോട്ടെന്ന് വെച്ച് കൊടുക്കുന്നയാ. ഓ മഷ്റൂം എന്താ? അതും ഒന്ന് കഴിച്ചു നോക്ക്. ഇതല്ല ഇതുപോലത്തെ ഒരു സാധനമാണ്. വേണമെങ്കിൽ അയ്യോ മഷ്റൂം ആയിരുന്നു ആ ഐറ്റം. മഷ്റൂം ആയിരുന്നു ഞാൻ അടിച്ച ഐറ്റം. വീണ്ടും മറ്റേ പാട്ട് വന്നു കേട്ടോ. അത് മറ്റേ പോണ്ടിയാണെന്റെ സാധനം എന്നാണ് ഇവിടെ എല്ലാരും പറയണത്. ഒരു മിനിറ്റ് ഞാൻ ഓടി നോക്കട്ടെ. ആർപ്പ് ചെയ്യാനൊക്കെ സെറ്റ് സാധനം കേട്ടാ. കൊറേ എടുത്ത് ഉപയോഗിക്കാം. 7000 പേര് ലൈക്ക് അടിച്ചിട്ടില്ല. ലൈക്ക് അടിക്കണേ. ഇത് കുതിരത്താളി. കുതിരത്താളി എന്നാണോ പറഞ്ഞ? കുതിരത്താളി മാവോ ഇവിടെ മാരിയോ ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ ഇപ്പഴേ കാണണ്ട. അത് കണ്ടോ? ഇവിടെ മാരിയോ ഉണ്ടോ? ഇവിടെ നോക്ക്. ആ നിനക്ക് കാണത്തില്ലല്ലേ? ആ ഇതിൽ ഏതടിക്കുമ്പോഴാ സ്പീഡ് വരുന്നേ? ഇതിൽ ഏതടിക്കുമ്പോഴാ സ്പീഡ് കൂടുന്നേ? മെത്തക്സ് നോക്കട്ടെ. കൊക്കൈനുണ്ട്, രണ്ടിലുണ്ട്. ഇതൊക്കെ അപ്പൊ വാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ? ഇല്ല ഇത് ജസ്റ്റ് സർവർക്ക് ഇത് വെൽക്കം ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം. ആണോ? ഇത് കണ്ടോ? വാടാ ഓടിത്തോപ്പിടാ. ഓടിത്തോപ്പിര് നീ ഓടിത്തോപ്പിര്. വാടാ 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 വാ 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 നീ ഓടിത്തോപ്പിന്നെ. വാ 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 വാടാ 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 വാടാ. അത് സ്ലോ ചെയ്താ. അതിനെ ഭിത്തി ഇടിച്ചാ. വാടാ വാടാ വാ 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 നീ വാടാ. ധൈര്യോട്ടെ വാ. സാധനത്തിന്റെ എഫക്ട് തീർന്നു കേട്ടാ. ഞാൻ പോണേ. ടാറ്റാ. ഓടെ പറഞ്ഞ അടിച്ചേട്ടാ. തിരിച്ചെത്തി. ഓ സെറ്റ് സാധനം. 1.5 കിലോമീറ്റർ ഓടി. ഇത് കാറിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വാറിനൊക്കെ വന്ന് തീർന്നു കേട്ടാ. ഇത് പാവങ്ങള് ആദ്യമേ വരും കാലത്ത് ഈ വണ്ടിയല്ലേ കാണത്തുള്ളൂ. സത്യം. അപ്പൊ വഴിയിൽ എവിടെയെല്ലാം കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടിട്ടെന്ന് കരുതി കൊടുത്ത ഈ ബൂബ മിൽക്ക് എന്താ? അത് വെള്ളത്തിന് പകരമുള്ള അതിനേക്കാളും നല്ല സാധനം ഉണ്ട്. നമുക്ക് ഇപ്പൊ എല്ലാരും വന്നില്ലല്ലേ? വന്നിരുന്നെങ്കിൽ നമുക്ക് പതുക്കെ കൊണ്ട് നീങ്ങി തുടങ്ങാൻ. ഇല്ല രായം വന്നു. ആ രായത്തി ഏതാ? ഫോൺ നോക്ക് വിഷയം കേട്ടാ. ഫോൺ നോക്കട്ടെ. ഐഫോൺ അല്ല ആൻഡ്രോയിഡ് അല്ലേ പുതിയ എന്തിന്റെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഈ ഹോട്ട് ബാർ ലെഫ്റ്റിന്ന് താഴോട്ടുള്ളതാണോ? യൂസ് എടുത്തിട്ട് വരുന്നില്ല എനിക്ക്. അപ്പൊ ഈ ഫോൺ വിളിക്കുമ്പോ മെത്തക്സ് പവർ കാണാമോ? ഇല്ല എനിക്ക് വരുന്നില്ല ഫോണ്. എക്സ് ഫോൺ. അതെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളുടെ ഫോണ് ആദ്യമേ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇമെയിൽ ഉണ്ടാവും. അതില് യൂസർ നെയിം രജിസ്റ്റർ ചെയ്തില്ലേ? അതിൽ ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ അടിക്കണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് കൊടുക്കുന്ന പാസ്വേഡ് ഇല്ലേ, അതായത് ആ യൂസർ നെയിമും പാസ്വേഡ് ഓർത്തിരിക്കണം. ഫോൺ കളഞ്ഞു പോയതാ. പുതിയ ഫോൺ വരുമ്പോഴത്തേക്ക് ഈ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പഴയ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ആവത്തുള്ളൂ കേട്ടോ.
അതെ നിങ്ങളുടെ ഫോണും എല്ലാം ബാക്കിയുള്ളവർക്ക് അക്സസിബിൾ ആണ്. എടുക്കുന്ന ഫോട്ടോ ചാറ്റ് ചെയ്തത് എല്ലാവർക്കും വായിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെ ഉണ്ട്. പക്ഷെ പാസ്വേഡ് നിങ്ങൾ പറഞ്ഞു കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓപ്പൺ ആയി പോകും. യൂസർ നെയിം ജസ്റ്റ് യൂസർ നെയിം മാത്രം ടൈപ്പ് അടിക്കണ്ട. പാസ്വേഡ് അടിക്കുന്നത് ഓർത്തിരിക്കുക. യൂസർ നെയിം ഇമെയിൽ വരുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. ഉണ്ട്. അത് സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഏത് ക്വസ്റ്റൻ സെലക്ട് ചെയ്ത് എസ്കേപ്പ് അടിച്ച് ബാക്ക് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് മറ്റേ മേളിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ചാൽ മതി. ഈ ATM കാർഡ് ഇതുപോലെയല്ലേ, ഒരാളെ കാർഡ് വേറൊരാൾക്ക് എടുക്കുകയാണെങ്കിൽ കൂടൽ അതുകൊണ്ട് ATM കാർഡ് സൂക്ഷിച്ചു. പിന്നെ അല്ല പിന്നെ സ്ക്രീൻ ലോക്ക് വരുന്ന സമയത്ത് എനേബിൾ ഫേസ് ഐഡി കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്നും ലോക്ക് അടിക്കേണ്ടി വരും. ഈ സ്ക്രീൻ ലോക്ക് ഇടാതിരിക്കാൻ പറ്റുമോ? ഇല്ല ഫേസ് ലോക്ക് ഓണാക്കിയാൽ മതി ബ്രോ. ഫേസ് ലോക്ക് ഇട്ടാൽ എനേബിൾ ഫേസ് ഐഡി ഇല്ലേ, ഓപ്പൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് വയ്ക്കത്തില്ല, വേറെ ആൾ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ്. വെൽക്കം ടു ലേക്ക്ഡ് പോർട്ട് ലൈവ് ആണെന്ന്. എന്താ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്താൽ മതിയോ? ഓർക്കാൻ പറ്റുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അത് ഈ ക്ലിക്ക് ചെയ്യുക. സ്പൗസ് ഭാര്യ വണ്ടി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അണ്ണാ ലൈവ് ആയിടാക്കാനോ? എടാ നിങ്ങൾക്ക് ആർക്കും അല്ല, ഞാൻ അടിച്ച പാസ്വേഡ് നിങ്ങൾക്ക് കാണത്തില്ലല്ലോ. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്ത് കണ്ടിന്യൂ രജിസ്റ്റർ. ക്യാം മാറ്റുന്നോ? ക്യാം മേലോട്ട് വെക്കണല്ലേ. എന്തോ പോയേ, മൊത്തത്തിൽ പോയേ, ലൈവ് പോയേ. ജംഗ്ഷന്റെ സ്പെല്ലിംഗ് എന്താണ്? ജംഗ്ഷനോ? ഡ്രഗ് പ്രൊമോഷന് JUNCTION. എന്തൊക്കെയാടാ പറയണേ ബ്രോ? ഇൻ ഗെയിമിലുള്ള ഒരു സാധനമാണോ പറഞ്ഞേ? എമിൽ സാമിൽ ബ്രോ, താങ്ക് യു സോ മച്ച് 179. ഓക്കേ, ഫോണൊക്കെ സെറ്റ് ആയില്ലേ? ഓൾ സെറ്റ്. ഓക്കേ ആണോ? ഓക്കേ ആണ്. ഇതില് ക്രിയേറ്റ് പാസ്വേഡ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് എന്ത് സ്ക്രീൻ ലോക്ക് അല്ല, ഇപ്പൊ ഫസ്റ്റ് പാസ്വേഡ് ചോദിക്കുന്നേ. അത് കൊടുത്തിട്ട് പിന്നെ സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്താൽ മതി. ഓ എന്റെ കറക്റ്റ്, എന്റെ സെറ്റ്. നീഡ് അർജന്റ് ഹെൽപ്പ്. ജോൺസ് ജേസൺ മോഡറേറ്റേഴ്സ് എന്താന്ന് ചോദിക്കാൻ അർജന്റ് ഹെൽപ്പ് എന്താ ചോദിക്കാൻ നോക്കിയിട്ട് നമ്പർ രായ ഇവന്മാരൊക്കെ എവിടെ രായ? എത്ര നേരത്തെ വിളിച്ചതായിരുന്നു? സെക്യൂരിറ്റി കൊച്ചു ഇതാക്കാന്നോ? നോക്കട്ടെ. മറ്റേ ഡിസ്കോഡ് ബോട്ട് എന്തോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും കേറാൻ എന്തോ സീനുണ്ടെന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഡിസ്കോഡ് ബോട്ട് എന്തോ പണി കൊടുത്തു. അവന്മാർ കുറെ പേർക്ക് കേറാൻ പറ്റുന്നില്ല. ഇപ്പൊ സെറ്റ് ആവുന്നത് ഗ്യാങ് സെറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഇവിടെ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ തത്സമയം കാണുന്നവർക്ക് ഒരു സെർവർ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയോ? അത് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിൽ നന്നായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ടെന്ന് തോന്നുന്നു. അവരോട് പറയട്ടെ. നോക്കാൻ പറയൂ. ഓ എടാ ഞാൻ ഇപ്പൊ നോക്കാൻ പറയാം, ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനോ? ഓക്കെ, എന്നാ ഞാൻ പറയാം. എന്നാ അവസാനം എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ 4 കൊല്ലം പല സിറ്റികളിലും പലയിടത്തായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങള് കൊറേ പോയിട്ടുണ്ട്, ഒരുപാട് അധികം. അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല, ഉള്ള എക്സ്പീരിയൻസില് ബാക്കിയുള്ള എല്ലായിടത്തെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സിറ്റി ആയിരിക്കും ഇത്. അതായത് നമ്മളിപ്പം പണ്ട് തൊട്ടേ കണ്ടുവന്ന തഴക്കവും വഴക്കവും വന്ന ഒരു സിറ്റി അല്ല. പലയിടത്തും അതിന്റേതായ വ്യത്യാസങ്ങളും മാറ്റങ്ങളും. ഇത് ആദ്യമേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പുതിയ GTA 6 ആണെന്ന് വരെ കരുതിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം വരെ ഈ സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ
കണ്ണും കൊണ്ട്. അപ്പൊ പിന്നെ വാസുമോൻ വന്നല്ലേ, വാസുമോൻ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നോട് പറ എങ്ങനെയുണ്ട് സിറ്റി ഓ ഓ ഉറപ്പായിട്ട് അവരെല്ലാം കേറട്ടെ. നമുക്ക് വണ്ടി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡ് വെള്ളമൊക്കെ വാങ്ങി തുടങ്ങിയാലോ? എന്താ പാപ്പാ? നമുക്കേ ഇവിടുന്ന് അപ്പം എല്ലാവർക്കും പലർക്കും പല കംപ്ലൈന്റ്, എന്റെ ശബ്ദത്തിന് വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ ആലോചിക്കരുത് എന്താ വ്യത്യാസം എന്റെ ശബ്ദത്തിന് വന്ന്. ശബ്ദത്തിന് കുറച്ചൊരു ഗാംഭീര്യം വെച്ച് അതേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണോ എല്ലാം പഴയ തന്നതല്ലേ? ഇത് മാറിയോ എന്തേലും? മറ്റേ ഇത് മാറിയോ? ഏതാ? ഇല്ലില്ല, അതൊന്നും മാറിയൊന്നും തൊണ്ട മാറിയില്ലല്ലേ? പഴയ രീതിയിലോട്ട് വിളി ഇത് മതി, ഇതാണ് സെറ്റ്. ഏറ്റെത്തി കൊറേ ആയ പാപ്പ, നമ്മള് വേറെ കൊറേ സിറ്റിയിലൊക്കെ ആയിരുന്നു. എന്തിനു ചെയ്യാ, എല്ലാരും കറങ്ങി തിരിഞ്ഞ് നമ്മള് ഇവിടെ തന്നെ എത്തി. അതെ, എല്ലാം വിധിയുടെ വിളയാട്ടം. മക്കൊക്കെ തിന്നാനെ കുടിക്കാണ്ട് പോയി നോക്കുമല്ലോ, വാങ്ങിട്ട് വന്നാലെങ്കിൽ അവരെല്ലാം വരുന്ന സമയത്തിന്. ഓ വാങ്ങിട്ട് വരാം. ആണോ? എന്നാ മക്കളുടെ വണ്ടി പോയാലോ നമുക്ക്? ഓ മതി, ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ ഇട്ടേക്കാം, അവര് വരുമ്പോ എടുക്കാൻ വേണ്ടിട്ട്. അതെ എടുത്തോ, ഏതായാലും ഇഷ്ടമുള്ള വണ്ടി നോക്കി എടുത്തോ. എടുക്കാം. ഓ സെറ്റ്. ഡിഫൻഡർ അവര് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. മറ്റേ ഡിഫൻഡർ എടുത്തിട്ടോ. ഓക്കെ ജോണി എന്നാ ഡിഫൻഡർ വന്നാ അപ്പൊ അവനെ ഡിഫൻഡറിൽ പോകണം ആഗ്രഹം. നമുക്ക് ആ വണ്ടിയില് നമുക്ക് ഇവിടുന്ന് അവിടെ വരെ പോവാം, കൊണ്ടുപോകാന്നെടുത്ത്. എന്നിട്ട് നമുക്ക് ഡിഫൻഡറിലോട്ട് സ്വിച്ച് ചെയ്യാം. ജോണി മെയിൻലി ഉണ്ടല്ലോ, ഇന്ന് ടിവിയിൽ ആരും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് തന്നെ ഞാൻ കേറിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സിറ്റിയിൽ കേറിയതിന് ശേഷമേ എല്ലാരും കേറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ആർപ്പിയും ഇതാവുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ നിന്നുകൊണ്ട് സിറ്റിയിൽ കേറാൻ ഇന്ന് കേറിയാലേ ബാക്കി പകല് ലൈവ് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഇത് കേറാൻ ഇല്ല. അപ്പൊ ഇത് ഹോട്ട് കീ ഉണ്ടോ ഇതിന്? അതായത് ഇപ്പം താക്കോല് ഉണ്ടെങ്കിലും നമ്മള് ജി ഞെക്കിയാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇപ്പം ഫസ്റ്റ് ആയതുകൊണ്ട് ഹോട്ട് ബാർ ചെയ്യണം. എച്ച് ആക്കിയിട്ട് എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, എച്ച് ആക്കിയാ മതി. ഞെക്കിയോ? സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടി. എന്നിട്ട് ജി ഞെക്കിയാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ജി സെറ്റ് എഞ്ചിൻ ഓൺ. ഞാൻ എന്നാ മാർക്ക് ചെയ്യാം. എടാ ഓരോ വണ്ടിക്കകത്ത് കയറി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലോട്ടായിരുന്നല്ലേ? അല്ല കുഴപ്പമില്ല, ഇങ്ങനെ പോവാം. പിന്നെ സുഖം, പരമ സുഖം. നീ ഇല്ലാത്തോണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത്ര നാള്. കണ്ടാപ്പി കൊണ്ട് പറയുവാ, ജീവിക്കാൻ സമ്മതിക്കണേ. കേട്ടോ, നമ്മുടെ ഭാഗത്ത് ഒരു തുള്ളി വള്ളി ഉണ്ടാവില്ല. 100%. ഞാൻ കള്ളം പറയാറേ ഇല്ല. അതോർത്തോടെ അത് 2027 ഇവിടെ എല്ലാരും കാർലോ ചോദിക്കണ്, കാർലോ വരുവോ? കാർലോ മോന് ഇപ്പം കുറച്ച് തിരക്കില്ല. കാർലോ മോൻ ഉടനെ തന്നെ വരും. ഓക്കെ. ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കാർലോ മോൻ വരും. സെറ്റ്. അയ്യോ, വഴി മാറിപ്പോയി കേട്ടോ. നമുക്കൊരു കടയിലോട്ട് പോയല്ലേ? ചെറുതായിട്ട് വഴി മാറിപ്പോയി. കാർലോമോന് പറയില്ലേ, നമുക്ക് റാൻഡോ ഇല്ല. റാൻഡോ പുറകിലാണോ? ഇതിലിവിടെ പറയില്ല. ഈ സീറ്റില് പുറകിലായിട്ടല്ലേ റാഞ്ചോ? ഞാൻ നമ്മുടെ മഴ സീറ്റില് മുമ്പിലായിട്ടായിരുന്നേ. ഇവിടെ മക്കളെ എന്താടാ അത് വഴി ഇടത്തോട്ട് കുറച്ചുകൂടെ മുന്നില്.
ഇവിടെ ആയിട്ട് നിർത്തിക്കോ, ഇവിടെ ആയിട്ട് നിർത്തിക്കോ. ഇവിടാണാ ഫുഡ് കഴിക്കുന്നേ? ഇറങ്ങിക്കോ, നമുക്ക് അവിടെ കടയുണ്ട്, അവിടുന്ന് വാങ്ങാം. ഓ ഓ when coming to Bangalore, one you should come to Christ University backers side. ആദർശിനി ബ്രോ ഒരു ദിവസം വരാം. മച്ചമാരെ ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങോട്ടുണ്ട്. അങ്ങോട്ടല്ലേ ഇങ്ങോട്ടാണ്. Guys, എല്ലാവരും do like the stream. അയ്യോ രായ, അവിടുന്ന് ക്ലെയിം ചെയ്തില്ലേ വണ്ടി റേഡിയോ ഒന്നും? അയ്യോ റേഡിയോ കയ്യിലാണോ വരുമല്ലേ അപ്പൊ കിട്ടി ആ ഉണ്ടാവും റേഡിയോ ഉണ്ടാവും റേഡിയോ ആ, എന്നാ നമുക്ക് എല്ലാവർക്കും ഒന്ന് റേഡിയോ കണക്ട് ചെയ്തല്ലോ അണ്ണാ. റേഡിയോ 81 ഏതെങ്കിലും ഒരു കോമൺ റേഡിയോ കണക്ട് ചെയ്യാമെങ്കിൽ ഏതാണ് പറഞ്ഞത്? കിട്ടിയില്ല. ഞാൻ സാധനം ചോദിച്ചപ്പോ ചേച്ചി പോയി അപ്പോഴേ ആ ചേച്ചി അവിടെ ഇല്ലായിരുന്നു കേട്ടോ കുറച്ചും പറ്റിച്ചു വന്നില്ല. 81 തന്നെ കേറ്. 81 തന്നെ കേറ്. 8 ആണോ? 81 81 റേഡിയോ ബാബു എവിടെയാണ്? ബാബു പുറത്താ ബ്രോ. കുറച്ച് കഴിയുമ്പോ എത്തും. അവൻ ഇന്ന് വരുമോന്ന് എനിക്ക് ഇപ്പൊ ആർപ്പിക്കത്ത് വരുമോന്ന് എനിക്കറിയില്ല. പുറത്ത് പോയേക്കോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആരും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് ഇത്രയും ഡിലേ ആയോണ്ടാ ഞാൻ ഇന്ന് പെട്ടെന്ന് വന്ന് ഇത് കേറിയത്. നമുക്ക് 2 ദിവസമായിട്ടാണ് നിങ്ങളെ എക്സ്ലാൻഡിസ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആർപി ചെയ്യണത്. ഓക്കെ നമുക്ക് പോവാം അങ്ങോട്ട്. ആ ഇവിടെ ലെഫ്റ്റ് സൈഡിലാട്ടോ റേഡിയോ പേര് കാണിക്കുന്നത്. ഓക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് റേഡിയോ പേര്. ഓ അതുകൊണ്ട് ഇനി നിനക്ക് ഇടത്തെ സൈഡിലാ റേഡിയോ ലിസ്റ്റ്. നിനക്കൊന്നും ഇനി എന്റെ ക്യാമറ മാറ്റണ്ടല്ലോ. നിന്റെയൊക്കെ ക്യാമറ മാറ്റാൻ സരക്കില്ല. എടാ സരക്കിന് ഒട്ടും വയ്യടാ. അവൻ വരുമായിരിക്കും ഇവിടെ കയറി. അവന് സംസാരിക്കാൻ പോലും വയ്യ. അവൻ കണ്ടില്ലേ നിങ്ങള് ഡിസ്കോഡിക്ക് സൗണ്ട് കേട്ടില്ലേ? ഇത് നമ്മുടെ മറ്റേ ഓടയല്ലേ, അത് ഇങ്ങനെ ആക്കിയല്ലേ? ഇത് ഇവിടത്തെ സിറ്റി റിവർ കൊണ്ടുവന്നു. ഇവിടുത്തെ കനാലില് വെള്ളം ഉണ്ടോ ഇപ്പൊ? അപ്പൊ ഇത് വെള്ളമുണ്ട്. നീന്താൻ പറ്റുന്നല്ലേ? ചാടി നോക്ക്. നീന്താൻ പറ്റില്ല. ആരാ പോയല്ലോ? എന്തൊക്കെ അറിയണം അവന്. ഇവിടുന്ന് വാങ്ങിച്ചോ? ഇവിടുന്ന് പൈസ ഉണ്ടോ കയ്യില്? എന്റെ കയ്യില് ഇല്ല. പൈസ ഇല്ല. പൈസ പൈസ ഞാൻ തരാം. ID എവിടെയാ കാണിക്കുന്നത്? 22 കണ്ണാപ്പി ബാങ്കില് 30 ലക്ഷം. കാണാമല്ലോ ബാങ്കില്. അയ്യോ ഇല്ലല്ലോ ഇല്ലേ? ഇല്ല. ഇത് എത്ര ആധാർ നമ്പർ എത്ര? വാസുവിന്റെ എന്റെ 22 കിട്ടിയില്ലേ? കയ്യിലോ? പൈസ ഇല്ലല്ലോ, കാണിക്കുന്നില്ല പൈസ. മണി ടു ടാർഗറ്റ് എന്താ? അത് എന്റെ തന്നെ അത്ര പൈസ എനിക്ക് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. ഇല്ല, എന്റെ അത്ര പൈസ ഇല്ല. കിട്ടില്ലേ? വന്നു ഇപ്പൊ ഇവിടെ കണ്ണു നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ആക്കിയോ? ഓപ്പൺ മാർക്കറ്റ്. ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഫുഡും വെള്ളവും വാങ്ങണ്ട. അതിന്റെ താഴെ ടേസ്റ്റി ട്രീറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? കണ്ട്. അതില് പഴകഞ്ഞി വാങ്ങിച്ചോ? പഴകഞ്ഞി $5500 $55,000 ഒരെണ്ണത്തിന്. നമ്മള് ലക്ഷറി ആയണ്ട പഴങ്കഞ്ഞി. എത്ര മേടിക്കണം? പഴകഞ്ഞിയല്ല, ഇതിപ്പോ ഒരു 10 പഴങ്കഞ്ഞി മേടിച്ച ഒരു വീഡിയോ വെക്കല്ലേ നമുക്ക്? തൈരും എല്ലാം ഉണ്ട്. കാന്താരി മുളകും എങ്ങനെയുണ്ട്? അത് വേണമെന്നില്ല, പഴകഞ്ഞിയുടെ ആവശ്യമുള്ളൂ. 55,000 ഒരു പഴങ്കഞ്ഞിക്ക്. ഈ പഴങ്കഞ്ഞി കുടിച്ചാൽ എന്തൊക്കെ കൂടും? ഫുഡും വെള്ളവും ഫുള്ളാവും, രണ്ടും ഫുള്ളാവും. ഇവരുടെ ഇൻവെന്ററിയിലെ പൈസ കൂടും. ഫുഡും വെള്ളം ഫുള്ളാവും, നമ്മുടെ പോക്കറ്റും കാലിയാ. സത്യത്തിൽ യൂസിങ് പഴങ്കഞ്ഞി. ഞാൻ പൈസ തരാം. രായണ്ണന്റെ ഐഡി 31. ഇങ്ങനെ നടന്നതാണ് നമ്മള് പഴങ്കഞ്ഞി അടിക്കാൻ പോലെ പൈസ. കിട്ടിയോ? ബ്രോ ഞാൻ വാക്സിൻ ഡിസൈനറാണ്. എന്റെ CV അയക്കാൻ ബ്രോ സ്റ്റോറി ഇട്ടാ മെയിൽ ഡിറ്റക്ട് ആകുന്നില്ല. ഇനി അതർ ഓപ്ഷൻ ഇതൊരു പഴങ്കഞ്ഞി. ലെഗസി ഗെയിമിംഗ് ബ്രോ അതിനകത്ത് ഒരു കൂടുതലായിരുന്നു. ഞാൻ അത് റീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ചു. ഇവിടെ ലുലുമാളിലെ കടകൾ പോലല്ലാത്ത വില കുറഞ്ഞ ഭക്ഷണമുള്ള കടയൊന്നും ഇല്ലേ? സാധാ ഭക്ഷണം എല്ലാത്തിനും 1000 മിനിമം 10,000 തുടങ്ങണേ അവിടെ. ഇവിടെ മണിക്കൂറിന് കോടിയാണോ കിട്ടുന്നേ? അതെ. ഓ അങ്ങനെ ഉണ്ടല്ലേ.
1 കോടി രൂപ ഉണ്ടാക്കുന്നവര് എന്ത് 10,000 രൂപ? അത് ശരിയാ ക്രിഞ്ച് അടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അയ്യോ ക്രിഞ്ച് അടിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങോ ബ്രോ, സീനില്ല. ക്രിഞ്ച് ഒക്കെ അടിക്കും. ആർപിയിൽ കുറച്ച് ക്രിഞ്ച് ഒക്കെ ഉണ്ട്. അവരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ടോള്, കുറച്ച് ആർക്കെങ്കിലും ക്രിഞ്ച് അടിക്കുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഇൻഷുറൻസ്, കുറച്ച് രജിസ്ട്രേഷൻ ഫീ, അങ്ങനെയൊക്കെ കുറച്ച് നമ്മള് ജീവിക്കണ്ടേ വാസവന്റെ? അത് ശരിയാ ജീവിക്കണം. ഇത് വലിയ പ്രശ്നമാണിത്. നമ്മള് വന്ന വണ്ടിയുടെ എല്ലാത്തിന്റെയും ടയർ പൊട്ടിച്ച്. വാസവന്റെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മള് സ്വന്തം വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലവനും ടയർ ഊരിക്കൊണ്ട് പോകും. ടയർ ഊരി എടുക്കാൻ പറ്റുമോ? കൊണ്ടായി ടയർ സാധനം എന്റെ കൈ ഉണ്ട്. അതെങ്ങനെ ടയർ ഊരാൻ പറ്റുന്നേ? കാലത്ത് തരാം. ഐഡിയ 22. തല ഊരാൻ പറ്റുന്നോ? അല്ല മാത്രമല്ല ടയർ ടയർ കൊണ്ടായി. 2 വണ്ടിയുടെ ടയറുണ്ടോ ഇതേ ഇരിക്കുന്നത്? അങ്ങനൊക്കെ ഉണ്ടാ? ഞാൻ ഊരട്ടെ. സാധനം വേണം. സൂസൻ കിട്ടിയോ വാസവന്റെ? എന്താണ് നോക്കട്ടെ. ഇമ്പാക്ട് ഡ്രൈവർ. കിട്ടി. അകത്തെ ബ്രോ വെൽക്കം സ്ട്രീം. ഉണ്ട്. ക്രിഞ്ച് അടിക്കുന്നവരൊക്കെ പ്ലീസ് ലീവ് ദ ലൈവ്. ബോംബെക്കടുത്ത് എക്യുപ്പ് യൂസ് അടിച്ചാ മതി. യൂസ് ഇനി ടയറിലോട്ട് നോക്കി റിമൂവ് വീല്. ഇങ്ങോട്ട് സാധനമുണ്ട്. ഇത്ര സമയം എടുക്കുമല്ലേ ഊരാൻ? പിന്നെ എളുപ്പം ടയർ 4 നട്ട് വരണ്ടേ? ഇത് ഇത്രയും സമയം ഓണർ തല്ലത്തില്ലേ? ഇനി ഓർഡർ കാണാൻ പാടില്ല, വീല് എടുത്തോണ്ട് ഓടാൻ പറ്റുമോ? സൂസൻ വെൽക്കം സ്ട്രീം. അതൊക്കെ മെക്കാനിക്കലേ പറ്റത്തുള്ളൂ. അണ്ണാ വേറെ ട്വിസ്റ്റ് ഉണ്ട്. ഇത് ലൂസാക്കി വെച്ച് കഴിഞ്ഞാലേ ഓടുന്നിടയ്ക്ക് ദൂരി പോവും. അങ്ങനെ ഒരു ഇതുണ്ട്. അതുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാവോ? അതിന് സ്പാനർ വേണം. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പൊ ഈ പാറൊക്കെ തുടങ്ങുന്ന ഊരി വെച്ച് സാറേ, നമുക്ക് കണ്ണാപ്പിക്ക് ഒരു പണി കൊടുത്താലോ? കൊടുക്കാം. അയ്യോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതല്ലേ, ഡിഫൻഡർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അവന്? അതെ. നമുക്ക് ഒരു സ്പീഡ് ബോംബ് ഡിഫൻഡർ വെച്ചിട്ട് പറഞ്ഞു വിട്ടാലോ അവനെ? നൈസായിട്ട് പറഞ്ഞിടാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 50 കിലോമീറ്റർ താഴ്ന്ന സ്പീഡ് കുറഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കും. 50 കിലോമീറ്റർ 100 കിലോമീറ്റർ മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോംബ് ട്രിഗർ ആവും. 50 കിലോമീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കും. ആണാ? വേണോ? അവന്റെ അടുത്ത് അവൻ പക്ഷെ ഇച്ചിരി കുരുട്ടുബുദ്ധി ഉള്ളവനാണ് അവൻ. ആണോ? വേറെ ടെക്നിക് ഉണ്ട്. ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ഓ ടയർ അണ്ണാ ഞാൻ ചുക്കാമണിയുടെ അനിയനാണ്. അണ്ടിക്കോ എന്ന് നെയിം ഇട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് സ്ട്രീമിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ്. മറ്റേ നെയിം മാറ്റിയെന്ന് പറഞ്ഞ പോലെ ഗെയിം ഗെയിമിംഗ് വണ്ടിയില്ല ഊരി കിട്ടാലോ. സത്യം മാറിന് നൈസായിട്ടെ. എടാ ഇത് റീഫ്രഷ് അടിക്കുന്നത് എങ്ങനെയാ? ഇവിടെ റീഫ്രഷ് ടയർ മാത്രല്ല ബ്രേക്ക് അടിക്കുന്ന സാധനമുണ്ട്. ബ്രേക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ ബ്രേക്ക് അടിച്ചു വിടാം വണ്ടിയുടെ. വലിച്ചിടാൻ പറ്റും. സിറ്റിസൺ ആക്ഷൻ. ഒരു ബ്രേക്ക് കൺട്രോൾ കൊടുക്കൂ. എനിക്കത് റീലോഡ് സ്കിൻ. ഓക്കെ. കണ്ണാപ്പി ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ഓ ഒരു മിനിറ്റ്. TV രായൻ ലെഫ്റ്റ് ദ സെർവർ. ഹലോ, സാധനം തരാം. അത് നൈസായിട്ട് ഫ്രണ്ടിലത്തെ വണ്ടി വെക്ക്, ഞാൻ ബാക്കിലത്തെ വണ്ടിയിൽ ഓടിക്കാം. എന്നിട്ട് ഞങ്ങള് റേസ് വെക്കാന്ന് പറയാം. കൂടെ പോവാ. വാ. അത് കൊള്ളാം. എന്നിട്ട് ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞാൽ മതി. വാസ്പം വെച്ചോ, സാധനം ഞാൻ തരാം. ഇല്ല ഇത് എങ്ങനെ വെക്കുന്നേ? പറഞ്ഞുതരാം. 22 വെച്ചോ, ഇത് വെച്ചോ, സ്പീഡ് ബോംബും വെച്ചോ. കിട്ടിയില്ലേ? ഈ വണ്ടിയുടെ ബോണറ്റിന് എടുക്കുക. ബോണറ്റിന്റെ അടുത്ത് എന്നിട്ട് ആ ഹുഡ് തുറക്ക്, ടൂഗിൾ ഹുഡ്. അതെങ്ങനെയാ? കെയോ? അല്ല, കണ്ണ് വെച്ചിട്ട് ടൂഗിൾ ഹുഡ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ഇല്ല. ലോക്ക് പിക്ക് ഫ്ലിപ്പ് ടോഗിൾ ഹുഡ് അത് ലോക്ക് ചെയ്തില്ലേ? വണ്ടി ലോക്ക് ചെയ്ത് ഒന്ന് അൺലോക്ക് ചെയ്യോ? ഇതാരാ ലോക്ക് ചെയ്ത്? അറിഞ്ഞൂടാ. ഇത് ഈ വണ്ടിയാണ് ലോക്ക് ചെയ്തേ. ഈ വണ്ടി
ടോഗിൾ ഹുഡ്. എന്നിട്ട് അതിൽ നോക്കുമ്പോ റിഗ് കാണിക്കുന്നുണ്ട്, റിഗ് സ്പീഡ് ബോംബ്. റിഗ് സ്പീഡ് എക്സ്പ്ലോസീവ്. വെച്ചോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കോ. ഓക്കെ. അത് ക്ലിക്ക് ചെയ്തിട്ടൊന്നും വരുന്നില്ല. അതിലോട്ട് കണ്ണ് വെച്ചിട്ട് റിഗ് എക്സ്പ്ലോസീവ് കൊടുത്താൽ മതി. റിഗ് സ്പീഡ് എക്സ്പ്ലോസീവ് അങ്ങനെ ഒന്നും വരുന്നില്ല. അത് മറ്റേ ഇത് സ്പാനർ കൂടെ കൊടുക്കുമോ? സ്പാനർ കണ്ടപ്പുള്ളി റൈസ് ഒക്കെ കണ്ണാപ്പി വാ 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 ഒരു റൈസ് വെക്കാം. വാ 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 വാ. നീ ഫ്രണ്ടിലത്തെ ഡിഫൻഡർ എടുത്തോ. നേരെ നമ്മളെയൊക്കെ തോപ്പിക്കാറായോ അണ്ണാ? നമ്മളെയൊക്കെ തോപ്പിക്കാറായോ? നമ്മളെയൊക്കെ തോപ്പിക്കാറായോ അണ്ണാ? ഒരു മാർക്ക് പോയിന്റ് ഒക്കെ. ഇത് ഒരേ സ്പീഡുള്ള വണ്ടിയാണോ? രണ്ടോ അപ്ഡാണോ? അങ്ങനെയാണ് ആദ്യം മുതുക്കി എത്തുന്ന പറഞ്ഞ നോക്കിയാലോ. ഒരുപാട് ദൂരം വരില്ലേ? ഒരുപാട് ദൂരമായി പോടാ. നമുക്ക് നേരെ മാപ്പില് മെയിൻ ഗരാജ് നമുക്കല്ലല്ലോ. ആദ്യം സ്ട്രൈറ്റ് പോണം. ആദ്യം സ്ട്രൈറ്റ് പോയിട്ട് മെയിൻ ഗരാജിലോട്ട് തിരിയണം. പിന്നെ അവിടെ ഇവിടെ നേരെ എയർപോർട്ട് വിട്ടല്ലോ. എയർപോർട്ട് മാർക്ക് ചെയ്തോ. എയർപോർട്ടല്ലേ? എയർപോർട്ട്. അപ്പൊ അവർക്ക് കൂടെ ഒരു വണ്ടി സെറ്റ് ആക്കണം. ബാക്കിൽ നിൽക്കുന്നവരില്ല, അവർക്ക് വണ്ടി തിരിച്ചിങ്ങോട്ട് വരാം. ഒരെണ്ണം ഉണ്ട്, റൈറ്റ് കിടപ്പുണ്ട്. എയർപോർട്ട് ഇവിടുന്ന് റൈറ്റാ. പൊക്കോ. നീ ആദ്യം എയർപോർട്ട് വാ. വിട്ടോ സ്പീഡ് പൊക്കോ. സ്പീഡ് എങ്ങനാ ഇതെപ്പോഴാ പൊട്ടുന്നേ? അത് വണ്ടി 50 കിലോമീറ്റർ താന്നു പോയി കഴിഞ്ഞാൽ പൊട്ടും. അതുപോലെ ഒരുപാട് അടുത്ത പോലെ നമ്മൾ അവരോട് പറ്റിയല്ലേ കിടക്കും. അത് സ്ലോ ഡൗൺ ചെയ്യണ്ടേ? അത് ട്രിഗർ ആയിട്ടുണ്ട്. ഇപ്പൊ എഴുതി കാണിക്കുന്നുണ്ടാവും. അവനെഴുതി കാണിക്കുവോ? അവരെഴുതി കാണിക്കും. അയ്യോ അവനിപ്പോ എഴുതി കാണിച്ചോണ്ടിരിക്കുവായിരിക്കുവോ? അത് നിർത്തണ്ടേ? വണ്ടി നിർത്താനല്ലേ പൊട്ടത്തല്ലേ? നമ്മളെ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. എവിടെ? ഇതൊക്കെയുള്ളതല്ലേ? അപ്പൊ ആരുടെയൊക്കെ 4 ടൈപ്പ് എന്തോ കൊണ്ടിട്ട് വണ്ടി തിരിച്ചു നിർത്തിയേക്കുന്നത് എന്തൊക്കെ കാണണം. ഹലോ കണ്ണാപ്പി ഓക്കെ അല്ലടാ? ഇത് സെറ്റ് അല്ലേ? എന്തൊക്കെ സാധനമാണ്. അത് കൊള്ളാല്ലേ? ഇമ്പാക്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ശരിക്കും എന്തുപറ്റിയത്? സ്പീഡ് ബോംബ് വെച്ചത് അതിന്റെ അകത്ത്. അപ്പൊ എന്താ സ്പീഡ് കൂടിയാ ബോംബ് കിട്ടും? സ്പീഡ് കുറഞ്ഞ ഒരു മിനിറ്റ് സിറ്റിസൺ ആക്ഷൻ കൊള്ളാം കേട്ടാ. സാധനം കൊള്ളാം കേട്ടാ. അത് കൊള്ളാം കേട്ടാ. അടുത്ത ഐറ്റം പോരട്ടെ. ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ വേറെ? വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ആയ പൊട്ടിത്തെറിക്കും. ആണോ? അപ്പൊ ഇവിടെ ആളെ കൊല്ലാൻ വലിയ പാടില്ല. അങ്ങനല്ല. സുഗുണം പോയി. സുഗുണം ഇറങ്ങി. സീനലും ഉണ്ട് സുഗുണൻ. എങ്ങനെ അത് നോക്കണോ? അതോ അണ്ണാനെ വേഗം വെയിറ്റിംഗ് ആണ്. ഗെയിം ഈ ഇവിടെ ഇപ്പൊ വഴി നിക്കുന്ന വണ്ടിയുടെ ഒക്കെ ടയർ ഊരിട്ട് കഴിഞ്ഞാൽ സീനുണ്ടാ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ
വേറെ എവിടെ കണ്ടാലും ചെയ്യാം ഗാങ്സ് ഒക്കെ ഉണ്ടല്ലോ ഗാങ്സിന്റെ ഒക്കെ പോയി ടയർ നമ്മളിതാ എയർപോർട്ട് ഫ്രണ്ടിലുണ്ട്. സിറ്റുവേഷൻ അതിന്റെ ക്ലൈന്റുകൾ അവിടെ ബോട്ട് വന്നിട്ടുണ്ട്, അത് ക്ലൈം ചെയ്യും. അത് ഈ ബോട്ടിനെ ക്ലെയിം ചെയ്യടാ, മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതാ ഇവിടുന്ന്. ലൈക്ക് അടിക്കണേ. അപ്പൊ ചന്ദ്രൻ പൊളിക്കുന്നു. സത്യം ചന്ദ്രൻ ഒരുപാട് സാധനം ഉണ്ടോ ഇതിനകത്ത് ചെയ്യാൻ കേട്ടാ. അവന്റെ മറ്റേ കുണം വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട്. ചന്ദ്രൻ വരാത്ത എന്തോ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് ആ വലിക്കാനോ? എന്താ ഇങ്ങോട്ട് വലിക്കാം. ഇതൊക്കെ കണ്ടുവെച്ച് എന്തൊക്കെ ചെയ്യുമെന്നുള്ളതന്നെ സത്യടാ, എനിക്ക് ചന്ദ്രനെ ആ പറ്റി ആലോചിക്കാൻ പോലും വയ്യ. ആ ഒറ്റ ബുദ്ധി ഇതൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം. കോളേജ് വരുമോ? വരും. ഇത് വെച്ചിട്ട് നാളെ തൊട്ട് കണ്ട ഗ്യാങ്ങിന്റെ ഒക്കെ ചൂരി വിടാല്ലോ ടയർ. കണ്ണാപ്പി എടാ നല്ലത് ചിന്തിക്കടാ. നീ എന്തിനാണ് ആദ്യമേ ഇങ്ങനെ? വെറുതെ എടാ നമ്മുടെ വണ്ടികളുടെ ഊരി പഠിക്കടാ ആദ്യം. അങ്ങനെ ഒരു അതിലൊരു ഫണ്ട് കണ്ടെത്തുക, അല്ലാതെ നാട്ടുകാരുടെ ഇത്രയുള്ള സംഭവം. ആദ്യം പോയി ടയർ മറ്റേ ഊരി വിടുക, എന്നിട്ട് അവന്റെ അടുത്ത് പോടാന്ന് വിളിക്കുക. അപ്പൊ ചേസിന് നോക്കുമ്പോ വണ്ടിയില്ല. ഇതൊക്കെയല്ലേ അണ്ണാ രസം. അണ്ണനിപ്പോ അത് പറയുമ്പോ തന്നെ സൂചിച്ചില്ലേ, ചെയ്താലോ വാ. കണ്ണാപ്പി ഒരു 3 മാസമെങ്കിലും തികച്ച് ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാ. അണ്ണാ അത് പറഞ്ഞു. ഇവിടെ രായ ഇവന് വൈറ്റ് ലിസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ രായ. ഇവനെ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇവിടെ അവന് കാറാ വൈറ്റ് ലിസ്റ്റ് ഉണ്ടോ? എല്ലാരും എന്നെ വീട് പഠിച്ചോ? അപ്പൊ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ എന്നാ വരുന്നേ? അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാളെ ഇവിടെ മിസ്റ്റർ എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ടേ അവിടെ വീട് സ്ഥലത്തിന്റെയും പിന്നെ മറ്റേ വണ്ടിയൊക്കെ ഉണ്ട്, ഗ്യാങ് വണ്ടി, ഡ്രസ്സ്, സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഒഫീഷ്യലി നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്യാം. അവരെ നിങ്ങളെ കണ്ട് വെൽക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് നമുക്ക് അത് എന്താണ്? അത് നമ്മുടെ ഇല്ലീഗൽ സൈഡിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഗ്യാങ്സ്, വണ്ടികള്, നമ്മുടെ ഇല്ലീഗൽ സാധനങ്ങള്, നമ്മുടെ ഇല്ലീഗൽ ബിസിനസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാ. ബിസിനസ് പരമായിട്ടും അതെ, ബിസിനസ് പരമായിട്ടും ഗ്യാങ് പരമായിട്ടും. അതെ, ബിസിനസ് മാത്രമേ ഉള്ളൂ, അവര് വേറെ ഒന്നിനും തലയിടത്തില്ല. മനസ്സിലായി. അതേപോലെ ലീഗൽ സൈഡിലും അവര് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ബിസിനസ്സുകളും കാര്യങ്ങളും. ഞാൻ കത്തിപ്പോയടാ.